പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ തൂക്കിയെടുത്ത് ഇഡി. ഇത് 12ാം തവണയാണ് ഇഡി റോബർട്ട് വാദ്രയെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് 661 കോടി കണ്ടുകെട്ടി പൂട്ടാൻ നോക്കിയിരുന്നു. എന്നാൽ അതിന്റെ അലയൊലികൾ അടങ്ങും മുൻപെയാണിപ്പോൾ പ്രിയങ്കയുടെ അടുത്തേക്ക് കരുക്കൾ നീങ്ങുന്നത്. ഗാന്ധി കുടുംബത്തെ വീട്ടിലിരുത്തിയാൽ എല്ലാം ശുഭം എന്നാണ് BJP കരുതുന്നത്. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ED എന്നത് അതിപ്പോൾ മുറ പോലെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര വഴി പ്രിയങ്കയെ പൂട്ടാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ പിന്നാമ്പുറത്ത് നടക്കുന്നത്. അത് വാദ്ര കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. തീർത്തും രാഷ്ട്രീയ പ്രേരിതം എന്ന്. ഒന്നും കണ്ടെത്താൻ ഇതുവരെ EDക്ക് സാധിച്ചില്ല എങ്കിലും വാർത്തകൾ സൃഷ്ടിച്ച് ഗാന്ധി കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമാണിത്. എന്തായാലും ED ഓഫീസിലേക്ക് നടന്ന മാർച്ച് നടത്തിക്കൊണ്ടാണ് വാദ്ര എത്തിയത്. വീട്ടിൽ നിന്നും ED ഓഫീസ് വരെ നടന്നു തന്നെയാണ് വാദ്ര പോയത്. രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ ആയുധം വെച്ചുള്ള മറുപടി നൽകുന്നതിന്റെ ഭാഗം കൂടിയാണിത്. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ED അയച്ച സമൻസിന്റെ ഭാഗമായിട്ടാണ് വാദ്ര EDക്ക് മുന്നിലേക്ക് മാർച്ചുമായി എത്തിയത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED അയച്ച സമൻസ് ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഇവിടെ തിരിച്ചടിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിനായി ഏജൻസി വിളിപ്പിച്ചതിനു ശേഷം വാദ്ര ED ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഹരിയാനയിലെ ഷിക്കോപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പേരിലാണ് രണ്ടാമത്തെ സമൻസും അയക്കുന്നത്. ഏപ്രിൽ 8 പുറപ്പെടുവിച്ച ആദ്യ സമൻസ് വാദ്ര ഇതിനകം തന്നെ ഒഴിവാക്കിയിരുന്നു. വാദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിനാൽ ചോദ്യം ചെയ്യലിനായി EDക്ക് മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത്. 2008 ഫെബ്രുവരിയിൽ വാദ്രയുടെ കമ്പനി ഗുഡ്ഗാവിലെ ഷിക്കോപൂരിൽ 3.5 ഏക്കർ സ്ഥലം ഓംകാരേശ്വർ പ്രോപ്പർട്ടീസിൽ നിന്നും 7.5 കോടി രൂപക്ക് വാങ്ങിയതായി ED പറയുന്നുണ്ട്. തുടർന്ന് വാദ്രയുടെ കമ്പനി ആ ഭൂമി 58 കോടി രൂപയ്ക്ക് റിയൽ എസ്റ്റേറ്റ് ഭീമനായ DLFന് വിറ്റു. ഈ വരുമാനം ഒരു കള്ളപ്പണ പദ്ധതിയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നതിനാൽ അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് പിന്നിലെ പണമിടപാടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമാണ് EDക്ക് മുന്നിൽ റോബർട്ട് വാദ്ര എന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഇന്ന് നിലയുറപ്പിക്കുന്നത്.